ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചോറിന് പറ്റിയൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയായിട്ട് ഒരു ചെറിയൊരു പുളിയുള്ളൂ, അധികം പുളിയില്ല. അധികം പുളി വേണമെങ്കിൽ അത് ഞാൻ പറയാം കേട്ടോ, വീഡിയോയുടെ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ പറയാം. അപ്പോൾ രാവിലെയൊക്കെ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. നമ്മളിത് വെള്ളരിക്കും തക്കാളിയും ഇട്ടിട്ട് വെക്കുന്ന ഒരു ഒഴിച്ചുകറിയായിട്ടാണ്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കറി വയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെള്ളരിക്കയുടെ ഇങ്ങനെ ഒന്ന് കയ്പുണ്ടോ ഒന്ന് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇത് പകുതി യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്, അപ്പോൾ പകുതിയാണ്. അപ്പോൾ ഇതിന് കയ്പ് രസമൊന്നുമില്ല. അപ്പം ഞാൻ ചെറിയൊരു അളവിലാണ് എടുത്തിട്ടുള്ള കേട്ടോ. എന്നിട്ട് നമുക്ക് ഒഴിച്ചുകറിയുടെ ഇതിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ കുരുവൊക്കെ ഒന്ന് കളയട്ടെ. എന്നിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാനങ്ങനെ കട്ട് ചെയ്ത് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക്, തീരെ എരിവില്ലാത്ത പച്ചമുളക്, ഒരു 4-5 എണ്ണ ഇടുന്നത്. പിന്നെ ഒരു 2 മീഡിയം സൈസുള്ള 2 തക്കാളി കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വെക്കണത്. അപ്പോൾ പരിപ്പ് ഞാൻ ഒരു 1/2 ഗ്ലാസ് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ് അത് നമ്മുടെ വീട്ടിലംഗങ്ങളുടെ അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക അരിഞ്ഞതും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ എന്താ പറയുക മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പം ഇതൊന്ന് ഞാൻ വേവട്ടെ കേട്ടോ. ആ വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നാളികേരം ചെരുകി എടുക്കണം. അപ്പോൾ ഇതൊന്ന് അവിടെ ഇരുന്നിട്ട് ആവട്ടെ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഒരു നാളികേരം ഒന്ന് ചെരുകി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. നാളികേരം അത്ര അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ ഒരേ ഒരു ഉള്ളി മതി. എന്താ വെച്ചാൽ ഇത് ഇത്തിരി വലുപ്പമുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എണ്ണം കേട്ടോ. പിന്നെ ജീരകം ഒട്ടും കൂടാൻ പാടില്ല, ഒരു ചെറിയൊരു ജീരകത്തിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചിട്ട് കൊടുക്കേണ്ടത്. ഒരു എന്താ പറയുക, നമ്മുടെ കൈ കൊണ്ട് ഒരു പിഞ്ചെന്ന് പറയില്ലേ, അത്ര എടുത്താൽ മതി. പിന്നെ പരിപ്പും വെള്ളരിക്കൊക്കെ വേവിച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൺചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പുളി അധികം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഞെക്ക് പുളിയൊന്ന് കോൽപ്പുളി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് പരിപ്പ് വേവിച്ച് സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം വേണം കേട്ടോ നാളികേരത്തിൻ്റെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ. അപ്പോൾ പുളി നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രമാണ്. ഒരു ചെറിയൊരു പുളിയുണ്ട്, തക്കാളി ഇട്ടിട്ടുള്ള കാരണം ചെറിയൊരു പുളി ഉണ്ട്. എന്നാലും ചിലവർക്ക് നല്ല പുളി ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം കോൽപ്പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുക, കുറച്ചിട്ട് അധികം ആവരുത്. അപ്പം നമ്മുടെ നാളികേരം അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കണം, ഭയങ്കരമായിട്ട് തിളപ്പിച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ആ നാളികേരം ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ പുളി വേണമെങ്കിൽ മാത്രം കേട്ടോ ചേർത്താൽ മതി. പുളി ഇല്ലാത്തതാണ് ഈ കറിക്ക് രസം. അപ്പോൾ ഒക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് കടുക് വറുക്കുന്നുണ്ട്. കടുക് വറുക്കാൻ കടുകും വറ്റൽമുളകും കറിവേപ്പില മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഒഴിച്ച് കറി ഇവിടെ റെഡി ആയതുകൊണ്ട് ചോറിന് പറ്റിയൊരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.